ഇത്ര നേരമായിട്ടും നന്ദിനി ഇറങ്ങിയില്ലേ? അവൾ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ടാവും, മുറിയിൽ എത്തിയിട്ടുണ്ടാവും. വിജയ് പിന്നെ എന്ത് ചെയ്താലും അത് പാലിക്കുന്ന പ്രശ്നമില്ലല്ലോ. അത് മറികടന്ന് അങ്ങനെ ഒരാളെ കൊണ്ട് എളുപ്പം വരാനൊന്നും പറ്റില്ല. എനിക്ക് തോന്നുന്നതേ നന്ദിനി ഇറങ്ങിയിട്ടുണ്ടാവില്ല എന്ന് തന്നെ. ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലേ നമുക്ക് ഇവിടെ ഇരുന്ന് നിലവിളി കേൾക്കാമായിരുന്നു. അവളുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല വിജയ്. ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും ദൈവങ്ങൾ അവളെ രക്ഷിക്കും. ആ ദൈവങ്ങളൊക്കെ ഇന്ന് ലീവാ. ഇന്നത്തെ ദിവസം അവക്ക് പണി കിട്ടിയിരിക്കും. അയ്യോ നന്ദിനി, അയ്യോ നന്ദിനി, ഇത് എന്ത് പറ്റി? അയ്യോ തനിക്കിത് എന്ത് പറ്റിയടോ? നന്ദിനി, അയ്യോ ഇത് എന്ത് പറ്റി? തനിക്ക് എന്ത് പറ്റി? അയ്യോ തനിക്ക് നോക്കി ഇറങ്ങി കൂടായിരുന്നോ നന്ദിനി? ഇന്ദ്രജ, ഇപ്പൊ ഇന്ദ്രജയ്ക്ക് വിശ്വാസമായോ? ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയോ? നമ്മളായിരിക്കണം നന്ദിനിയുടെയും സൂര്യയുടെയും അടുത്ത് ആദ്യം എത്തേണ്ടത്. അപ്പൊ പിന്നെ നമ്മളെ ആർക്കും സംശയം ഉണ്ടാവില്ല. അത് വിജയ് പറഞ്ഞത് കറക്റ്റാ. നമുക്ക് പോവാം. താൻ നടന്നു വന്നാ മതി, ഞാൻ ഓടിച്ചില്ല. ഓക്കേ? അയ്യോ അവിടെ ആരാ വീണേ? നന്ദിനി, തനിക്കൊന്ന് നോക്കി ഇറങ്ങിക്കൂടായിരുന്നോ നന്ദിനി? അയ്യോ അവിടെ ആരാ വീണേ? അയ്യോ അമ്മ, അയ്യോ അമ്മ, അയ്യോ 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 ചോര വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. അതിനൊക്കെയുള്ള മുൻകരുതൽ അവരുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. അതും വലിയ വലിയ അപകടങ്ങൾ നടത്താൻ പുറപ്പെടുന്നവർക്കേ മുൻകരുതൽ കൂടുതലല്ലേ, അല്ലേ ചേച്ചി? വിജയ് എഴുന്നേക്ക്, എഴുന്നേക്ക്. അയ്യോ പാവം. വിജയ് വേദനയുണ്ടോ? പിന്നെ വേദന കാണൂലേ? എന്താ പറഞ്ഞില്ലേ വേദന ഉണ്ട്. എന്താ എന്താ ഇവിടെ ഒരു വെള്ളം? വിജയ് എന്താ സംഭവിച്ചേ? എന്താടി സംഭവിച്ചത് എന്താണെന്ന് അളിയന് നന്നായിട്ട് അറിയാം. പക്ഷേ അളിയൻ അത് പറയത്തില്ല. എന്താടി കാരണം എന്താണെന്നറിയോ? സംഭവിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണമെങ്കിൽ അതിനു മുമ്പ് നടന്ന കാര്യങ്ങൾ പറയണ്ടേ, അല്ലേ അളിയാ? അതോ എല്ലാ കാര്യങ്ങളും അളിയൻ അമ്മയോട് തുറന്നു പറയുന്നുണ്ടോ? എനിക്ക് ആരോടും ഒന്നും പറയാനില്ല. നിങ്ങളെല്ലാവരും ഒന്ന് പോയേ. വിജയ് എനിക്കൊന്നും പറയാനില്ല. അയ്യോ അയ്യോ അയ്യോ. മമ്മി സ്റ്റെപ്പിന് താഴെ വീണത്. ഒന്ന് നോക്കി നടന്നൂടെ വിജയ്? നീ കൊച്ചുകുട്ടിയാ?